പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനാണ് സിദ്ധാർത്ഥ് പ്രഭു എന്ന നടൻ. മഴവിൽ മനോരമയിലെ തട്ടിമുട്ടിയും എന്ന സീരിയലിലൂടെ ബാലതാരമെത്തിയ സിദ്ധാർത്ഥ് പരമ്പരയിൽ മഞ്ജു പിള്ളയുടെ മകനായിട്ടാണ് അഭിനയിച്ചത്. പക്ഷേ ഇപ്പോൾ ഹിറ്റായി പോകുന്ന ഉപ്പും മുളകും പരമ്പരയിലെ അഭിനയമാണ് പ്രേക്ഷക പ്രീതി നേടിയത്. സീരിയലിൽ കേന്ദ്ര കഥാപാത്രമായ ലക്ഷ്മിയുടെ ഭർത്താവായിട്ടാണ് സിദ്ധാർത്ഥ് വേഷമിടുന്നത്. എന്നാൽ ഇന്ന് രാവിലെ മദ്യലഹരിയിലുള്ള സിദ്ധാർത്ഥിന്റെ വീഡിയോ ആണ് സോഷ്യൽ മീഡിയ മുഴുവൻ വൈറലാവുന്നത്. കോട്ടയം ഭാഗത്തു നിന്നും എത്തിയ സിദ്ധാർത്ഥ് പ്രഭു ഓടിച്ച കാറ് നിയന്ത്രണം വിട്ട് അടുത്തുള്ള ലോട്ടറി വിൽപ്പനക്കാരനെ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റയാളെ ഉടനെ തന്നെ ചികിത്സയ്ക്ക് ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. രക്ഷാപ്രവർത്തനത്തിനിടെ സിദ്ധാർത്ഥും നാട്ടുകാരും തമ്മിൽ വലിയ വാക്കുതർക്കമാണ് ഉണ്ടായത്. സിദ്ധാർത്ഥ് നാട്ടുകാരെ അസഭ്യം പറഞ്ഞ് നട റോഡിൽ കിടന്ന് ഉരുളുകയാണ് ചെയ്തത്. നല്ല രീതിയിൽ മദ്യപിച്ചിരിക്കുകയാണ് താരം. ചോദ്യം ചെയ്ത നാട്ടുകാരെ മാത്രമല്ല തടയാനെത്തിയ പോലീസിനെയും സിദ്ധാർത്ഥ് ആക്രമിച്ചു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഒടുവിൽ ബലം പ്രയോഗിച്ചാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ഇന്നലെ രാത്രി MC റോഡിൽ ഗവൺമെന്റ് കോളേജിന് സമീപത്തായിരുന്നു സംഭവം നടന്നത്. ഇതെന്താ ഉപ്പുമുളകും പരമ്പരയിൽ അഭിനയിക്കുന്നവർക്ക് മാത്രം നിരന്തരമായി ഓരോ പ്രശ്നങ്ങൾ വരുന്നത് എന്നാണ് പലരും കമന്റ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ളവരെയൊക്കെ പിടിച്ച് അകത്തിടണം, അല്ലെങ്കിൽ ലൈസൻസ് റദ്ദാക്കണം എന്നൊക്കെയുള്ള സോഷ്യൽ മീഡിയയിൽ രൂക്ഷ വിമർശനവും ഉയരുന്നുണ്ട്. കാരണം അത്രയധികം ഇടിച്ചു തകർത്തതിന് ശേഷവും ആളുകളും നാട്ടുകാരും ഒക്കെ ഓടിയെത്തിയപ്പോഴും സിദ്ധാർത്ഥ് അവിടെ കിടന്ന് നാടകം കളിക്കുകയായിരുന്നു. ഇതാണ് പലരെയും ചൊടിപ്പിച്ചത്. അങ്ങനെ ഉദ്യോഗസ്ഥരെത്തുകയും ഉദ്യോഗസ്ഥരുടെ മേൽ തർക്കിക്കുകയുമാണ് സിദ്ധാർത്ഥ് ചെയ്തത്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്ത് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.